അങ്ങനെ നമ്മളെ പുതിയൊരു ചാനലിലെ പുതിയൊരു എക്സ്പ്ലെയിൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ വെച്ച് തുടങ്ങാൻ പോവാണ്. അതെ, ഇതൊരു പുതിയ ചാനലാണ്. നിങ്ങളെല്ലാവരും താഴത്ത് നോക്കിയാൽ മതി. സബ്സ്ക്രൈബറൊന്നും ഇല്ല, അതുകൊണ്ട് ജസ്റ്റ് താഴെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഇതുപോലത്തെ നല്ല കിടിലം മൈൻക്രാഫ്റ്റ് വീഡിയോയും അതുപോലെ GTA 5 വീഡിയോയും എല്ലാം എല്ലാം ഇവിടെ കാണാം. നമ്മൾ ഇച്ചിരി വിഷയമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടിയ വേൾഡ് അത്യാവശ്യം സെറ്റാണ്. ഇവിടെ പ്രൂസ് ഉണ്ട്, അതുപോലെ തന്നെ ഓക്ക് ഉണ്ട്, ബ്രിച്ച് ഉണ്ട്, വെള്ളമുണ്ട്, സാൻഡ് ഉണ്ട്, ഡേർട്ട് ഉണ്ട്, എല്ലാം ഉണ്ട്. സോ അതുപോലെ തന്നെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ലാഗ് വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന ഒരു പുതിയൊരു ലോഞ്ചറാണ്, അതുകൊണ്ട് അത് ഒപ്റ്റിമൈസ്ഡ് ഒന്നും അല്ല, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ലാഗ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ മരം മുറിച്ച് തന്നെ ഈ ഒരു എപ്പിസോഡും കാര്യങ്ങളൊക്കെ തുടങ്ങാം. അപ്പോൾ സമയം ഏകദേശം സന്ധ്യാവാറായിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒരു 20 ലോഗോളം കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിതിന് പ്ലാങ്ക്സ് ആക്കിയിട്ട് ക്രാഫ്റ്റിംഗ് ടേബിളിലാക്കിയിട്ട് ബേസിക് ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. ഓക്കെ, എനിക്കാണെങ്കിൽ ഇവിടെ ചെറിയൊരു റെവന്യൂയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് അത്യാവശ്യം കോളും അതുപോലെ കോബിൾ സ്റ്റോണൊക്കെ കളക്ട് ചെയ്യാം. എന്തായാലും രാത്രിയാകുന്നതിന് മുമ്പ് നമുക്ക് ടൂൾസ് ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ സോംബി എന്നെ അടിച്ച് കൊല്ലും. ഞാനാണെങ്കിൽ ഇവിടെ സോംബീസിനെ പേടിച്ചിട്ട് ഇവിടെ ചെറിയൊരു ഗുഹ ഉണ്ടാക്കി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോബിൾ സ്റ്റോൺ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതെന്തായാലും ഒരു 55 കളക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കാണെങ്കിൽ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടുന്ന് ടച്ച് ചെയ്യാൻ പറ്റണില്ല. പിന്നെ വെറുതെ വേറെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ വീണ്ടും ഉണ്ടാക്കാൻ നിന്നില്ല. എന്തായാലും രാവിലെ ആകുന്നവരെ കാത്തിക്കാം. ഇപ്പോൾ ആണെങ്കിൽ നല്ല കുറ്റാക്കൂരി ഇരുട്ടാണ് പുറത്ത്. ഇപ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ കാര്യം ഇവിടെ തന്നെ തീരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. എന്തായാലും സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. നമുക്ക് ആ സമയം കൊണ്ട് കുറച്ച് ടൂൾസ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റിക്ക് തന്നെ കുറച്ചധികം ക്രാഫ്റ്റ് ചെയ്യാം. എന്നിട്ട് ഒരു സ്റ്റോൺ ആക്സ്, അതുപോലെ ഒരു സ്റ്റോൺ ഷവൽ, സ്റ്റോൺ സോഡ്, പിന്നെന്താണ് നമുക്ക് വേണ്ടത്? സ്റ്റോൺ ആക്സ്. ഈ ഒരു സ്റ്റോൺ ആക്സ് നമുക്കൊന്നും കൂടി ക്രാഫ്റ്റ് ചെയ്യാം, കാരണം ഇത് അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. എന്നിട്ട് നമുക്കിത് ഇവിടെ കുറച്ച് കോളൊക്കെ കാണുന്നില്ല, അതൊക്കെ ഞാൻ മൊത്തത്തിലൊന്ന് കളക്ട് ചെയ്യട്ടെ. കാരണം ഇത് അത്യാവശ്യം ടൈം എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് കോള് കളക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അത് ഞാൻ കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ അത്യാവശ്യം കോളൊക്കെ കളക്ട് ചെയ്ത് ഏകദേശം ഒരു 19 കോള് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ നടന്ന് പോകുന്ന സമയത്ത് എന്തെങ്കിലും പശുവോ ആടോ എന്തെങ്കിലും കിട്ടിയാൽ അതിനെ തല്ലിക്കൊന്ന് നമുക്ക് ഫുഡാക്കാനുള്ള കോളും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിന് അടുത്ത ഗോൾ എന്താണെന്ന് വെച്ചെങ്കിൽ ഒരു ചെറിയ വില്ലേജും കാര്യങ്ങളൊക്കെ കണ്ടെത്തണം. അതാണ് ഇതിന് അടുത്ത പണിയും കാര്യങ്ങളൊക്കെ. അത് ഇനി എവിടെ പോയാൽ കിട്ടുന്നത് എനിക്ക് അറിഞ്ഞൂടെ. ഇവിടെ ഈ കാട്ടിൽ എവിടെയാടാവുക വില്ലേജൊക്കെ ഉണ്ടാവണേ, ദൈവത്തിനെ അറിയാം. അതുപോലെ രാത്രിയാകുന്നതിന് മുമ്പ് വില്ലേജ് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. അല്ലെങ്കിൽ നമുക്ക് ഷീപ്പിനെയൊക്കെ തല്ലിക്കൊന്ന് അതിൻ്റെ ഊളെടുത്ത് ബെഡ് ഉണ്ടാക്കണം. പക്ഷേ ഇവിടെ ഷീപ്പിനെ അധികം കാണാനില്ല. ഇത്ര നേരമായിട്ട് ഷീപ്പിനെ കണ്ടിട്ടില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ചാനലും കാര്യങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതെന്താണത്? എനിക്കാണെങ്കിൽ ഇവിടെ നിന്ന് നോക്കിയിട്ട് അത് ഷിപ്രക്കല്ലേ? അതൊരു ഷിപ്രക്കാണ്. നമുക്ക് അങ്ങോട്ടേക്ക് നീന്തി പോവാം. എന്തായാലും നമ്മളൊരു ഒരു ഷിപ്രക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും അതിൻ്റെ അടുത്ത് പോയാലേ അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഞാൻ അവിടെ ഒരു ചെസ്റ്റ് കാണുന്നു. എന്തായാലും അതിൽ അത്യാവശ്യം ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റായിരുന്നു. നമുക്കെന്തായാലും നോക്കാം. ഓക്കെ, ഇതെന്താണിത് തുറക്കാൻ പറ്റാത്ത? ഇത് തുറക്കാൻ പറ്റണില്ല. നമുക്കിതെന്തായാലും പൊളിച്ച് മാറ്റാം ഈ ഒരു ലോഗും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇതിൽ വലിയ തേങ്ങയൊന്നുമില്ല. നമുക്കൊരു ട്രഷർ മാപ്പ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് അങ്ങ് ഏതെങ്കിലും ഒരു കൊയിലാണ്ടിയിലായിരിക്കും ആ ട്രഷർ മാപ്പ് ഉള്ളത്. അതുകൊണ്ട് അവിടത്തേക്ക് പോകുന്നത് അത്ര നല്ല കാര്യമല്ല. നമുക്കിവിടെ എവിടെയെങ്കിലും ആയിട്ട് വേറെ ചെസ്റ്റ് ഉണ്ടോ നോക്കാം. ഉണ്ടാവേണ്ടതാണ് സാധാരണ. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെസ്റ്റ് ആവണ്ടേ? ഓക്കെ, ഇത് ഇവിടെ ഒരു ചെസ്റ്റ്. ഡയമണ്ട്. എപ്പിസോഡ് തുടങ്ങിയിട്ട് അതിനേക്കാളും മുമ്പ് ഡയമണ്ട് കിട്ടി ഗൈസ്. നമ്മളൊരു പവർ ഏതാ അച്ചീവ്മെൻ്റൊക്കെ ഇപ്പം കിട്ടും. ഇതിപ്പോൾ കിട്ടും. കിട്ടി. ഞാൻ ഒരു നിമിഷത്തേക്ക് ഭയന്നു. അയണും കിട്ടിയിട്ടുണ്ട്, എമറാൾഡും കിട്ടിയിട്ടുണ്ട്, എല്ലാം നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഷിപ്രക്ക് കിട്ടിയത് ഒരു വലിയ കാര്യമായി. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഷിപ്രക്കിൻ്റെ ഈ ഒരു മാപ്പും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്തേക്കാം. നമ്മൾ പോകുന്ന ഏതെങ്കിലും വഴിയിലാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് ഇതിനായിട്ട് നടക്കാനൊന്നും പറ്റത്തില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്. എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് നോക്കാം ഈ ഒരു ട്രഷർ മാപ്പും കാര്യങ്ങളൊക്കെ. ഇത് എന്തായാലും അത്യാവശ്യം ലോങ് ആണ് ഉള്ളത്. നമ്മൾ കുറച്ചിങ്ങോട്ട് നീന്തി വന്നപ്പോൾ നമുക്കൊരു ഐലൻഡ് കിട്ടി. ഞാനാണെങ്കിൽ കുറച്ച് ആടിനൊക്കെ ഇവിടെ കൊന്നിട്ടുണ്ട്. നമ്മളെ ഫുഡിൻ്റെ കാര്യം ഏകദേശം തീരുമാനമാവാറായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒരു ഫർണസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. ഓക്കെ, അങ്ങനെ ഫർണസ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കോള് വെച്ചിട്ട് നമുക്കിപ്പോൾ കിട്ടിയ ഫുഡ് നമുക്ക് കുക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത ഷിപ്പ്. വാ മോനെ. ഇതെന്താണ് ഇവൻ അടിക്കാൻ പറ്റാത്ത? ഓക്കെ, നമുക്ക് എന്തായാലും 2 വൂളിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഏകദേശം 3 വൂളായിട്ടുണ്ട്. ഒരു ഗ്രേ കളറും 2 വൈറ്റ് കളറും. നമുക്കത് എന്തായാലും ഈ കളർ എടുത്തിട്ട് തന്നെ ഇതാക്കാം. ഓക്കെ, നമുക്ക് ഡൈ കിട്ടിയിട്ടുണ്ട്. 6 ഡൈൻ്റെ അടുത്തെല്ലാം കിട്ടിയല്ലേ?
ഏതാ ഡൈ വെറുതെ ആണ് എടുത്തത്. നമുക്ക് അടുത്ത ഷേപ്പിനെ കൂടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ബെഡ് ഇപ്പം തന്നെ ക്രാഫ്റ്റ് ചെയ്യാം. കാരണം രാത്രി ആവാൻ പോകുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം പ്ലാങ്ക്സ് ഉണ്ട്. പിന്നെ വെറുതെ എന്തിനാ അതിലെ പ്ലാങ്ക്സ് ക്രാഫ്റ്റ് ചെയ്യണം. നമുക്ക് എന്തായാലും ഈ ഒരു ബെഡ് ക്രാഫ്റ്റ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ബെഡിനെ നമുക്ക് യെല്ലോ ബെഡാക്കാം. എന്നിട്ട് നമുക്ക് പിന്നെ നമ്മളെ കളറ് കിട്ടുമ്പോൾ നമുക്ക് ആ കളറിലേക്ക് മാറ്റി. ഇപ്പോൾ യെല്ലോ കളറാണ് നമ്മളെ അടുത്ത് ഉള്ളത്. ഓക്കെ, ഫുഡ് ഫുള്ളും കുക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ പൊളിച്ച് കയ്യിലെടുക്കാം. ഫർണസ് നമ്മൾ എടുത്തിട്ടുണ്ട്, ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ രാത്രി നമുക്ക് ഇവിടെ കഴിയാം. അതല്ലേ സൂര്യനൊക്കെ ഇങ്ങനെ അസ്തമിച്ചിങ്ങനെ വരാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ബെഡിൽ കയറി കിടന്നിട്ടുണ്ട്. എത്ര ദിവസമായി ഒന്ന് സുഖമായിട്ട് ഉറങ്ങിയിട്ട്. ഓക്കെ, ബെഡൊക്കെ നമ്മൾ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വില്ലേജ് കണ്ടെത്തണം. ഓക്കെ, ഫുഡിൻ്റെ കാര്യം നമ്മൾ മറന്നുപോയി കഴിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മളെ കയ്യിലുള്ള ഫുഡും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് മാക്സിമം കളക്ട് ചെയ്യണം. അതുപോലെ തന്നെ നല്ലൊരു വില്ലേജും കണ്ടെത്തണം. പക്ഷേ ഇത് മൊത്തത്തിൽ ഒരു ഐലൻഡ് പോലത്തെ സ്ഥലമായതുകൊണ്ട് നമുക്ക് വില്ലേജിൻ്റെ കാര്യം എങ്ങനെയാവുന്ന ഒരു ഐഡിയ ഇല്ല. ഓക്കെ, നമുക്ക് ഡാർക്ക് ഫോറസ്റ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കധികം മൈൻക്രാഫ്റ്റ് കളിക്കാൻ അറിഞ്ഞൂടാ കേട്ടോ. ഞാൻ ഏകദേശം അറിഞ്ഞിട്ടാണ് കളിക്കുന്നത്, വലിയ പ്രോ ഒന്നല്ല. അതെന്താണ് അവിടെ പൊങ്ങി കിടക്കണേ? അതെന്താണിത്? അതവിടെ അടുത്ത ഷിപ്രക്ക് എങ്ങാനും കിട്ടിയെന്നാണ് തോന്നുന്നത്. നമ്മളെ വീഡിയോയിൽ ഇന്നത്തെ രണ്ടാമത്തെ ഷിപ്രക്കാണെന്ന് തോന്നുന്നു. ഇതാ ഇവിടെയാണെങ്കിൽ അത്യാവശ്യം വലിയ റെവീനും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യം നമുക്കത് ഷിപ്രക്കാണോ എന്ന് കൺഫേം ചെയ്യാം. അതെ ഗൈസ്, ഇതൊരു ഷിപ്രക്കാണ്. കണ്ടോ, ഇതൊരു ഷിപ്രക്കാണ്. നമ്മളെ ഇന്നത്തെ രണ്ടാമത്തെ ഷിപ്രക്ക്. ഏതാ ലക്ക് വേൾഡ് കേട്ടോ, ഇത് ലക്ക് സാധനം. നമുക്ക് 2 ഷിപ്രക്ക് അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മളെ ചെസ്റ്റൊക്കെ എവിടെയാണുള്ളത്? ഓക്കെ, ഈ ഒരു ഇവിടെ ആയിട്ടൊരു ചെസ്റ്റ് ഉണ്ടാവണമല്ലോ. ഓക്കെ, നമ്മൾ മിക്കവാറും ചാവും. അയ്യോ കുരുങ്ങി അമ്മച്ചേ. ഓക്കെ, നമുക്ക് എന്തായാലും കുറച്ച് ഓക്സിജനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ ഒന്നും കൂടി താഴത്തേക്ക് പോകാം. ഇവിടെ എവിടെയായിട്ടാണ് ചെസ്റ്റ് ഉള്ളത്? അതിപ്പോൾ ഈ ഒരു മണലൊക്കെ മൂടിയോണ്ട് കാണണില്ല. ഈ ഒരു സൈഡിലായിട്ടാണെന്ന് തോന്നുന്നു. ഓക്കെ, കറക്റ്റ് ലൊക്കേഷൻ ആയിരുന്നു. ഓക്കെ, ഇവിടെ നിന്നാണെങ്കിൽ നമുക്ക് അത്യാവശ്യം അയണും പിന്നെ എന്തൊക്കെ ട്രിമ്മും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും 22 അയണ് നമുക്ക് കിട്ടി ഗൈസ്. ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ നമുക്ക് അയൺ ആർമർ ആവാൻ പറ്റുമെന്നാണ് തോന്നുന്നുള്ളത്. അതുപോലെ തന്നെ അടുത്ത ചെസ്റ്റ് ഇതിൻ്റെ അടിയിലാന്ന് തോന്നുന്നുള്ളത്. ഓക്കെ, ഇവിടെയൊക്കെ അത്യാവശ്യം റിസ്ക് ആണ് പോകുന്നത്. നമുക്ക് അത്യാവശ്യം ടൈം എടുക്കും ഇവിടെ അടിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു വാതിലിൻ്റെ അടുത്ത് നിന്ന് ഓക്സിജനും കാര്യങ്ങളൊക്കെ കിട്ടും. എന്നിട്ട് ഇവിടുന്ന് മെല്ലെ മൈൻ ചെയ്യാം. ഓക്കെ, അടുത്ത ചെസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്നാണെങ്കിൽ നമുക്ക് അടുത്തൊരു ട്രഷർ മാപ്പും കൂടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ട്രഷർ മാപ്പും കൂടി ഇന്നത്തെ എപ്പിസോഡിൽ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലൂട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് തന്നെ ഒപ്പിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഇന്ന് നമുക്ക് ഒരു വില്ലേജ് കണ്ടെത്തണം. അതാണ് നമ്മളെ മെയിൻ ഗോളും കാര്യങ്ങളൊക്കെ. അങ്ങനെ കുറേ ദൂരം നടന്ന് നമുക്ക് ഫൈനലി ഒരു ജംഗിൾ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഭയം. ഇവിടെയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഫുഡിനുള്ള സംഭവം കാണുന്നുണ്ട്. 1 അതുപോലെ 2 അടുത്തവൻ 3 4 6 എണ്ണത്തിനെ അങ്ങ് കൊന്ന് തള്ളിയിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ഫുഡായിട്ടുണ്ട്. ഒന്നും കൂടി നമുക്ക് ഫർണസും കാര്യങ്ങളൊക്കെ നിലത്ത് വെച്ചിട്ട് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യാം. അപ്പം നമ്മളെ കയ്യിലാണെങ്കിൽ 3 സീഡ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സീഡ് കൊടുത്തിട്ട് ഇവനെ വളക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. പക്ഷേ വളക്കാൻ പറ്റിയില്ല. നമുക്ക് എന്തായാലും കുറച്ച് സീഡും കൂടി നമുക്ക് ഒപ്പിക്കാം. നമുക്കൊരു 4 സീഡും കൂടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവിടെ തന്നെ അവനുണ്ടെങ്കിൽ നമുക്ക് അവനെ വളച്ചിട്ട് വരാം. ഓക്കെ, അവൻ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അറ്റ് ലാസ്റ്റ് നമ്മളവനങ്ങനെ പെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്തായാലും ഇതോ നമ്മളെ സൈഡിലൊരു തത്ത. എന്താല്ലേ ഇതാ ഫ്രെയിം കിട്ടില്ല. അങ്ങനെ നമ്മൾ കുറേ സീഡ് തിന്നിട്ടോ. അവൻ്റെ വയറുണ്ടാവാണ്. എന്തായാലും നമുക്ക് അറ്റ് ലാസ്റ്റ് അവനെ കിട്ടിയിട്ടുണ്ട്. അത് അങ്ങോട്ട് നോക്കൂ, അതെന്താ ഞാൻ കാണണേ? 3ാമത്തെ ഷിപ്രക്കോ? ഇതെന്താണ് ഈ വേൾഡിൽ ഷിപ്രക്ക് മാത്രമേ ഉള്ളൂ? ഇതെനിക്ക് 3ാമത്തെ പ്രാവശ്യമാണ് ഷിപ്രക്ക് കിട്ടണേ. ആദ്യം നമുക്ക് അവിടുന്ന് സ്പോണിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഈ ഒരു ഭാഗത്തുനിന്ന് എവിടുന്നോ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഈ ഒരു ഭാഗത്തുനിന്ന്. എന്താണിത്? എന്തായാലും നമുക്ക് അത്യാവശ്യം ലൂട്ട് നമുക്ക് ഈ ഒരു ഷിപ്രക്ക് കാരണം തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഡോൾഫിൻ ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഇവിടുന്ന് അത്യാവശ്യം ലൂട്ട് എടുത്തിട്ട് പെട്ടെന്ന് സ്ഥലം വിടാം. ഞാൻ ആ കാണുന്ന മല ഇങ്ങനെ ഇറങ്ങി ഈ വെള്ളത്തിൽ ഇങ്ങനെ നീന്തി ഈ മല ഇങ്ങനെ കയറി വരുമ്പോൾ ഇങ്ങനെ നടന്നു പോയപ്പോൾ ഇവിടെ ആയിട്ട് ഒരു വില്ലേജിൻ്റെ ടോർച്ച് കണ്ട്. ഈ സാധനമാണ് ഞാൻ കണ്ടത്. അങ്ങനെ നമ്മൾ അറ്റ് ലാസ്റ്റ് വില്ലേജിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. കുറേ നേരം നടന്നു. അത്യാവശ്യം നല്ല ടൈമായിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ടൈം നോക്കിയിട്ട് പറയാം. ഞാൻ ഈ ഒരു വേൾഡ് തുടങ്ങിയത് ഒരു 9 മണിയാകുമ്പോഴൊക്കെയാണ്. ഇപ്പോൾ അത് ഏകദേശം 11 മണിയായിട്ടുണ്ട്. അത്രയും നേരം ഇവിടെ ഇരുന്ന് നടക്കായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഇവിടുന്ന് കുറച്ച് വില്ലേജസിനെ പൂട്ടിയിട്ട് ഇന്നത്തെ എപ്പിസോഡും കാര്യങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും ഇവിടെ ഇരുന്നിട്ട് മണി അടിക്കാം. ടിൻ 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 ടിൻ. എല്ലാവരും വീട്ടിനുള്ളിൽ കയറൂ.
അങ്ങനെ അത് അവിടെ ഒരുത്തൻ കയറുന്നുണ്ട്. അവനെന്തായാലും നമുക്ക് പൂട്ടിയിടാം. നമുക്ക് വില്ലേജസിന് കുറേ ആവശ്യമുണ്ട്. സോ ഇവിടെയും ഒരുത്തൻ കയറിയിട്ടുണ്ട്. ഇവന് നമുക്ക് പൂട്ടിയിടാം. ഇനി അടുത്തവൻ എവിടെ കയറി? ഓക്കെ, ഇവന്മാരിത് ഇവിടെ കയറാൻ പോകുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. കയറു മോനെ, കയറൂ, അതിൻ്റെ അകത്ത് കയറൂ. പക്ഷെ ഇവന്മാരൊന്നും കയറണില്ല പുല്ല്. ഓക്കെ, ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. നമുക്കൊന്നും കൂടി മണിയടിക്കാം. ഓക്കെ, ഈ പ്രാവശ്യം എവിടെയൊക്കെ കയറി? ഓക്കെ, നമുക്കെന്തായാലും 2 വില്ലേജസിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ കുറേ ആൾക്കാർ കയറി. ഓക്കെ, അത് നല്ലൊരു ഇതാണ്. എന്തായാലും ഇവിടെ ഞാൻ മൂടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒട്ടുമിക്ക വില്ലേജസിനും ഞാൻ ഇവിടെ പൂട്ടിയിട്ടിട്ടുണ്ട്. നമ്മളെ തത്തത നമ്മളെ ബാക്കിലേക്ക് നടന്നു വരാണ്. സോറി, നടന്നിട്ടല്ല, പറന്നു വരാണ്. അപ്പോൾ ഈ തത്തക്ക് പറ്റിയ നല്ല പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റിൽ പറയണം. എന്നാൽ മാത്രമേ എനിക്ക് അടുത്ത വീഡിയോയിൽ അത് ഫിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പോയിട്ട് അടുത്ത എപ്പിസോഡിൽ വാ.